ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ വളരെ നേരത്തുള്ളൊരു ഗുഡ് മോർണിംഗ് ആണ്. സമയം ഇപ്പം വെളുപ്പിനെ 4 മണിയായി. കൊച്ചിയിലാണ് ഞങ്ങൾ. കൊച്ചിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പിലാണ്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ സ്ഥിരം ഗ്യാങ് ഷെറിനെയും ഡൊമിനിക്കിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. സോ ഇപ്പം നേരെ ഷെറിൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി എല്ലാവരുമായിട്ട് പിക്ക് ചെയ്ത് നമ്മുടെ യാത്ര തുടരാം. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമ്മളിപ്പം സമയം ഏകദേശം ഒരു 8:20 പൊള്ളാച്ചി വരെ ഇങ്ങെത്തി. പൊള്ളാച്ചി വരെ ആക്ച്വലി എത്തേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് നമുക്ക് തിരിഞ്ഞു പോയാൽ മതി. നല്ല ഹോട്ടൽ തപ്പി ഇങ്ങെത്തി. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് നീങ്ങാം. അപ്പോൾ രാവിലത്തെ നല്ല പ്രോപ്പർ തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്കറിയില്ല, നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത്. അത് ആക്ച്വലി കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും നമുക്ക് തമിഴ്നാട് വഴി അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് 3-4 റൂട്ട്സ് നമുക്ക് ഗൂഗിളിനകത്തൂടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിനെ അധികം വിശ്വസിക്കാൻ നിന്നില്ല, കാരണം ചിലപ്പോൾ പണിയിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട മെയിൻ റോഡ്, അതായത് നാഷണൽ ഹൈവേ കയറി തന്നെയാണ് നമ്മൾ വന്നു. ഗൂഗിൾ കുറച്ച് ഇടവഴികളൊക്കെ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മൾ റിസ്ക് എടുത്തില്ല. എന്തായാലും റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മാപ്പിൽ കാണിക്കാം. സംശയമുള്ളവർ ഒന്ന് പോസ് ചെയ്തൊന്ന് കണ്ടാൽ മതി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് വെളുപ്പിന് 4 മണിക്കാണ് പറഞ്ഞത്. എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ പിന്നെ ട്രാവലിംഗ് ടൈം എത്രയാണെന്ന് നമുക്ക് അങ്ങോട്ട് ഒരു കറക്റ്റായ ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി നേരത്തെ അങ്ങ് ഇറങ്ങി. മാത്രമല്ല, ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് 12 മണിക്കാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ 1-2 സ്റ്റോപ്പൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ല സ്ഥലം കാണുകയോ ഇനി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടൈമോടെ കാൽക്കുലേറ്റ് ചെയ്താണ് ഞങ്ങൾ ഒരു 4 മണിക്ക് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയം കിട്ടും ആ ഒരു ടൈമിൽ ഇറങ്ങിയാൽ, കൊച്ചിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. ബാക്കിയുള്ളിടത്തോളം നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങിയാൽ മതി. എന്തായാലും ഇതൊക്കെയാണ് ഇനീഷ്യൽ കാര്യങ്ങൾ. എന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് വിടാം. അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് കയറി. അതായത് ആനമല ടൈഗർ റിസർവ്, തമിഴ്നാടിൻ്റെ ഭാഗമായ ആനമല ടൈഗർ റിസർവിലാണ് പറമ്പിക്കുളത്തിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പറമ്പിക്കുളം. അതായത് പറമ്പിക്കുളം എന്ന് പറയുന്നത് ആനമലയ്ക്കും പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിക്കും ഇടയ്ക്ക് കിടക്കുന്ന കേരളത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൈഗർ റിസർവാണ്. അപ്പം ഇവിടുന്ന് എൻട്രി ചെയ്യണമെങ്കിൽ ആളൊന്നിന് 30 രൂപ ഫീസുണ്ട്. പിന്നെ വണ്ടിക്ക്, അതായത് കാറിന് 100 രൂപയും കൊടുക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. ഇവിടെ തൊട്ട് നല്ല അടിപൊളി ഓഫ് റോഡായി തുടങ്ങിയിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം ഒലഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. കുറച്ച് ഹെയർ പിൻ മുളകും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റോഡ് കിടക്കണ കിടപ്പ് വേണ്ട. അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗമായ ആനമലയെ കൂടെ കയറി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ആനമല എൻട്രി ചെയ്യുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ ഒരു നാഷണൽ പാർക്ക് ഫീ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടോട്ട് എൻട്രി ചെയ്യുമ്പോൾ, പറമ്പിക്കുളത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാഷണൽ പാർക്ക് ഫീ ഉണ്ട്. ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. 220 രൂപ നമുക്ക് തമിഴ്നാടിൻ്റെ അവിടെ ആയി. കേരളത്തിൻ്റെ എൻട്രി പോയിന്റിൽ നമുക്ക് 250 രൂപ ക്യാമറയും കൂടെ ചേർത്തിട്ട്. അപ്പം ഓരോ പോയിന്റിൽ ചെക്ക് പോസ്റ്റിലൊക്കെ നമ്മൾ ഇറങ്ങി ഡീറ്റെയിൽസും കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ കൊടുക്കണം. ഞങ്ങൾ ഇന്നിവിടെ പറമ്പിക്കുളത്ത് സ്റ്റേ ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി നമ്മുടെ ആ അക്കോമഡേഷൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ സൈൻ ചെയ്തിട്ട് നമ്മളോട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ കാണിച്ചിട്ട് അവിടെ നമ്മളൊരു ഗൈഡിനെയും കൂട്ടി അവർ ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്തായാലും നല്ല അടിപൊളി കിടക്ക സ്ഥലമാണ്. ഇത് കണ്ടോ, ഒരു പുലിയൊക്കെ ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിത് ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്ന് പേപ്പറൊക്കെ കൊടുത്തു. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒരു ഗൈഡ് ചേട്ടനെ കൂടെ തന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? മുത്തുസ്വാമി ചേട്ടൻ. അപ്പോൾ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഫുള്ള്. ആദ്യം നമ്മൾ ഇവിടെ കുറച്ച് കറയും കാണാനുണ്ട്.
ചേട്ടൻ നമ്മളെ അവിടെ എല്ലാം കൊണ്ട് സ്ഥലമൊക്കെ കാണിച്ച് തന്നിട്ട് നമ്മൾ പറയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പോയി നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അവർ നേരത്തെ ടൈം പറഞ്ഞാൽ മതി. ഇവിടെ ഏകദേശം ഒരു 56ഓളം കിലോമീറ്റർ കറങ്ങി കാണാനുണ്ട്. അപ്പം സ്വന്തം വണ്ടിയിൽ തന്നെ നമ്മൾ വരുന്ന സ്വന്തം വണ്ടിയിൽ തന്നെയാണ് അവർ നമ്മളെ കറങ്ങി കാണിക്കാൻ കൊണ്ടുവന്നത്. അപ്പം വരുന്നവർ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പെട്രോൾ ഫില്ല് ചെയ്തിടുക. കാരണം ഇങ്ങോട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പെട്രോൾ ബങ്കും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 50-60 കിലോമീറ്റർ പോകണം. അതായത് ആനമല പോയാലേ നമുക്ക് പിന്നെ പെട്രോൾ ബങ്ക് കിട്ടത്തുള്ളൂ. സോ നമുക്കൊന്ന് സമാനമായിട്ട് കറങ്ങി കാണണമെങ്കിൽ നേരത്തെ പെട്രോളൊക്കെ അടിച്ച് ഫില്ലാക്കിയിടുക. എന്തായാലും നമ്മളിപ്പോൾ മോളിൽ വന്നു. ഇവിടെ നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരു ഐലൻഡ് സ്റ്റേ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ വൺസ് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ബാംബൂ റാഫ്റ്റൊക്കെ ചെയ്താണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പോകണം. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതെല്ലാം അറേഞ്ച് ചെയ്തോളും. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ട് നമുക്ക് എപ്പോഴാണോ ഇനി തിരിച്ചു വരണമെന്ന് ഒരു തോന്നുന്നത് ആ സമയം അവരോട് പറഞ്ഞാൽ അതനുസരിച്ച് അവർ ചെക്ക് ഇൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവർ റെഡിയാക്കി തരും. ഞങ്ങളൊരു 3:30-4 കൂടി കയറാനാണ് പരിപാടി. അതുവരെ ഒന്ന് ഈ ഏരിയയൊക്കെ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം, പിന്നെ തുന്നക്കടവ് ഡാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിക്കുളം ഡാം എന്ന് പറയുന്നത്. ഏകദേശം 89 സ്ക്വയർ മൈൽ ചുറ്റളവിലാണ് ഈ ഡാമും ഇതിൻ്റെ റിസർവോയറും വാട്ടർ കണ്ടെയ്നറും സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ഡാമുള്ളത്. അവിടത്തേക്കുള്ള കൃഷി ആവശ്യങ്ങൾക്കും ശുദ്ധജല വിതരണത്തിനുള്ള വെള്ളമാണ് ഇവിടുന്ന് മെയിനായിട്ടും കൊണ്ടുവന്നത്. എന്തായാലും ഇതുപോലെ ഒരു 4 ഡാമുകളും പിന്നെ ഒരു 3 ഈ വ്യൂ പോയിൻറ്റുകളും നമുക്ക് പറമ്പിക്കുളത്ത് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം 2 വ്യൂ പോയിൻറ്റിൽ പോയി. അതുപോലെ മറ്റു പല കാഴ്ചകളുമുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. വിശക്കുന്നുണ്ട്, ഫുഡൊക്കെ ഒന്ന് പോയി അടിക്കണം. നമ്മളങ്ങനെ നല്ല കിട്ടിലെ സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചേട്ടൻ നമ്മുടെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോകും. അതിനായിട്ടൊരു ബാംബു ചങ്ങാടമുണ്ട്. അതിൽ നമ്മൾ റാഫ്റ്റ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. നല്ല അടിപൊളി കിടുക്കൻ സ്റ്റേ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.